3 ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു. അതിൻ്റെ റിസൾട്ടുകൾ വന്നിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മാറുന്ന കേരള രാഷ്ട്രീയത്തെക്കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നേരത്തെയൊക്കെ കേരളത്തിൽ ഒരു UDF ഭരിക്കുന്നു, തൊട്ടടുത്ത 5 കൊല്ലം കഴിയുമ്പോൾ LDF വരും എന്നുള്ളത് സാധാരണ സംഭവിച്ചുകൊണ്ടിരുന്ന കാര്യമാണ്. കാരണം ഒരു പാർട്ടി അധികാരത്തിലേറുമ്പോൾ അവിടെ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടാവും. ആ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും അടുത്ത കക്ഷിക്ക് അവസരം കിട്ടും എന്നുള്ളതാണ്. പക്ഷേ ഇനി കോൺഗ്രസ് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, അത്തരത്തിലുള്ള ഒരു ഭരണവിരുദ്ധ വികാരം കൊണ്ട് മാത്രം നിങ്ങൾക്ക് ചാൻസ് കിട്ടണമെന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തത്, ഞാൻ നേരത്തെ തന്നെ ഒരു വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു, BJPയുടെ പിന്തുണയോടുകൂടി അല്ലെങ്കിൽ രഹസ്യമായി CPMനെ പിന്തുണച്ചാൽ CPMന് 2026 വീണ്ടും അധികാരത്തിലേറാൻ കഴിയുമെന്ന് പറഞ്ഞിരുന്നു. ഇതിൻ്റെയും ആവശ്യമില്ല. വളരെ കൃത്യമായി പറഞ്ഞാൽ ഇവിടെ BJP വളർന്നാൽ മതി, അല്ലെങ്കിൽ BJP വളരാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്താൽ മതി. അത്തരത്തിൽ ഇപ്പോൾ വഖഫ് പോലെയുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാതിരിക്കുന്നത് അതുകൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം വഖഫ് ഭൂമി പോലെയുള്ള മുനമ്പത്തെ ഇഷ്യൂ ഒക്കെ സോൾവ് ചെയ്യപ്പെട്ടാൽ BJPക്ക് വളരാൻ കഴിയില്ല. പക്ഷേ അത് വളരാൻ സമ്മതിച്ചാൽ BJP വളരും. BJP വളർന്നാൽ അത് തീർച്ചയായിട്ടും CPMന് ഗുണകരമാകും. വേണമെങ്കിൽ 2026 അവർക്ക് അധികാരത്തിലേക്കെത്താം. ഇത് രണ്ടും എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് നിങ്ങളോട് പറയാം. ഇത് രണ്ടിനുമുള്ള റീസൺ ഒന്ന് തന്നെയാണ്. കാരണം ഈ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ വോട്ടുകൾ ഭിന്നിച്ചു പോയാൽ, ഈ വളരെ നിസ്സാരമായിട്ടുള്ളൊരു പെർസെൻറ്റേജ് മേടിച്ചിട്ടുണ്ടെങ്കിൽ പോലും അയാൾക്ക് ഒരു സീറ്റ് കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. ഇപ്പം മുനമ്പം ഇഷ്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ തൃശ്ശൂർ മുതൽ പത്തനംതിട്ട വരെയുള്ള ക്രിസ്ത്യൻ വോട്ടുകളിൽ വലിയ വിള്ളലുണ്ടാവുകയും അതിൽ മഹാഭൂരിപക്ഷ വോട്ടുകൾ BJPയിലേക്ക് ചെയ്യാൻ തീരുമാനിക്കുകയും അതിൽ നിന്ന് ഏതാനും ചില ഒരു സർട്ടൈൻ പെർസെൻറ്റേജ് CPMലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിരവധി സീറ്റുകളിൽ CPMന് എളുപ്പത്തിൽ ജയിക്കാൻ കഴിയും. നേരത്തെയൊക്കെ നമ്മുടെ ഇവിടെ ജയിക്കണമായിരുന്നുവെങ്കിൽ ഒരു 45% അല്ലെങ്കിൽ 50% വോട്ടുകൾ വേണമായിരുന്നു. കാരണം UDFും LDFും മുഖാമുഖം നിൽക്കുമ്പോൾ. പക്ഷെ പിന്നീട് അത് അങ്ങനെ അല്ലാതായി മാറി. ഇപ്പോൾ ഉദാഹരണത്തിന്, ഞാൻ നേരത്തെ TN പ്രതാപൻ എന്ന് പറയുന്ന തൃശ്ശൂരുള്ള MP നിങ്ങൾക്കറിയാം. അദ്ദേഹവുമായി ഞാൻ ഒരു തവണ സംസാരിച്ചപ്പോൾ ഒരു ഓൺ ദ റെക്കോർഡ് ഇൻ്റർവ്യൂവിൽ തന്നെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു, നേരത്തെ നിങ്ങൾക്ക് 44%, 45% ഒക്കെ വോട്ടുകൾ കിട്ടിയിരുന്നു തൃശ്ശൂരിൽ MP ആയി മത്സരിക്കുമ്പോൾ, അല്ലെങ്കിൽ ജയിക്കണമെങ്കിൽ അത്രയും വോട്ടുകൾ വേണമായിരുന്നു. പക്ഷേ നിങ്ങൾ ഏറ്റവും ഒടുവിൽ മത്സരിച്ച് ജയിച്ചേക്കുമ്പോൾ നിങ്ങൾക്ക് ജയിക്കാൻ വേണ്ടി കിട്ടിയിട്ടുള്ള വോട്ട് 39% മാത്രമാണ്. എന്ന് പറഞ്ഞാൽ ആ സമയത്ത് നമുക്കറിയാം അവിടെ സുരേഷ് ഗോപി നിന്നിട്ട് 28% വോട്ടുകൾ പിടിച്ചിരുന്നു. അപ്പോൾ അത്തരത്തിൽ മറ്റൊരു കക്ഷി കൂടി വന്ന് 28% വോട്ടുകൾ പിടിക്കുമ്പോൾ, വേറൊരാൾ 35% വോട്ടുകൾ പിടിക്കുമ്പോൾ 39% പിടിക്കുന്ന ഒരാൾക്ക് പോലും ജയിച്ചു പോകാൻ പറ്റും. യഥാർത്ഥത്തിൽ അയാൾക്കെതിരെയുള്ള വോട്ടുകൾ കൂടുതലായിരിക്കും. പക്ഷെ അത് ഭിന്നിച്ചു പോകുന്നതുകൊണ്ട് കഴിഞ്ഞ തവണ ഹരിയാനയിലൊക്കെ ചെയ്തതുപോലെ തന്നെ റിബലുകളെയും ചില സ്ഥാനാർത്ഥികളെയും ഒക്കെ നിർത്തി ഇങ്ങനെ വോട്ടുകൾ ഭിന്നിച്ചതുകൊണ്ട് ഇവർക്ക് കിട്ടുന്ന സോൾഡ് ആയിട്ടുള്ള വോട്ടുകൾ കൊണ്ട് മാത്രം ജയിക്കാൻ കഴിയും. അപ്പോൾ അത് താങ്കളുടെ അടക്കം വലിയ കഴിവുകേടല്ലേ? കാരണം താങ്കളടക്കം ഇവിടെ DCC പ്രസിഡന്റ് ആയിരുന്ന ഒരാളാണ്. എന്നിട്ട് പോലും ജില്ലയിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസ് തളർന്നു പോയത് എന്ന് ഞാൻ ചോദിച്ചിരുന്നു. യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസും ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന CPMുമാണ്. അതുപോലെ അതിവേഗം വളരാത്ത പക്ഷെ കുറച്ചും കൂടി വളർന്നു വന്നിട്ടുള്ള ഒരു മൂന്നാം കക്ഷിയായി വളർന്നു വരുന്ന BJP കൂടിയാണ്. അത്തരത്തിൽ BJP കൂടി വളർന്നു വരുമ്പോൾ എളുപ്പത്തിൽ ജയിക്കാനായിട്ട് CPMനെ പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധിക്കും, യഥാർത്ഥത്തിൽ അവരുടെ ജനപിന്തുണ ഇടിഞ്ഞുകൊണ്ടിരുന്നാലും. നിങ്ങളിപ്പോൾ കേരളത്തിലെ മിക്ക നന്നായി തെരഞ്ഞെടുപ്പ് നടക്കുന്ന BJPക്ക് കൂടി ശക്തിയുള്ള മണ്ഡലങ്ങളെല്ലാം എടുത്തു വെച്ച് പരിശോധിച്ചു. ഉദാഹരണത്തിന് കഴിഞ്ഞ തവണ അടൂർ പ്രകാശ് ജയിച്ചിട്ടുള്ള ആറ്റിങ്ങൽ എടുത്തു വെച്ച് പരിശോധിച്ചാൽ അവിടെ BJP ആ വോട്ടുകൾ പിടിച്ചില്ലായിരുന്നെങ്കിൽ ആറ്റിങ്ങലിൽ ഒരു കാരണവശാലും അടൂർ പ്രകാശിന് ജയിക്കാൻ കഴിയില്ലായിരുന്നു. ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള തൃശ്ശൂർ അതിൻ്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിളാണ്. ഇനി തൊട്ടടുത്ത മണ്ഡലമായിട്ടുള്ള ഇപ്പം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള പാലക്കാടിലേക്ക് വന്നാൽ, പാലക്കാടിൽ ഷാഫി പറമ്പിൽ 2021 54,000 വോട്ട് മേടിച്ച് ജയിക്കുമ്പോൾ പോലും ഷാഫിയുടെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 38% വോട്ടുകൾ മാത്രമാണ്. എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായി 38% വോട്ടുകൾ പിടിക്കുന്നവർ ജയിക്കുകയും ബാക്കിയുള്ള 60-61% വോട്ടുകൾ തന്നെ ഭിന്നിച്ചു പോവുകയും ചെയ്താൽ മതി എന്നുള്ളതാണ് സൗകര്യം. അപ്പോൾ ആ സൗകര്യം ഉപയോഗപ്പെടുത്താൻ ഏറ്റവും എളുപ്പം യഥാർത്ഥത്തിൽ CPMനാണ്. അതുകൊണ്ട് അത്തരം സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി BJP വളർന്നാൽ തന്നെ CPMന് അത് 2026 നിരവധി സീറ്റുകൾ നേടാൻ അത് സഹായിക്കും. തീർച്ചയായിട്ടും ഭരണത്തിലേക്ക് വീണ്ടും എത്താൻ സഹായിക്കും. ഉദാഹരണത്തിന് കഴിഞ്ഞ തവണ ശ്രീധരൻ വന്ന് 50,000-ലധികം വോട്ടുകൾ പാലക്കാട് പിടിച്ചപ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 39% മാത്രമായിരുന്നു. അപ്പോൾ ഇത് പലപ്പോഴും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ ചേലക്കര എടുത്തു വച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാണേണ്ട ഒരു കാര്യം,
ചേലക്കരയിൽ 64,827 വോട്ടുകളാണ് ആകെ ഈ പറയുന്ന നമ്മുടെ UR പ്രദീപ് ജയിച്ചിട്ടുള്ളത്. പക്ഷെ ആ ജയം വലിയ മഹത്തരമാണെന്ന് നമ്മൾ കരുതുന്നു. കാരണം 12,200ഓളം വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചേക്കുന്നത് എന്താണ്? UDFന് 52,626 വോട്ടുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. കൂടാതെ NDA കാൻഡിഡേറ്റിന് 33,609 വോട്ടുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അവർക്ക് 2 പേർക്ക് മാത്രം ഏതാണ്ട് 86,000-ലധികം വരുന്ന വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ 86,000-ലധികം വരുമ്പോൾ വോട്ടുകൾ കിട്ടുന്നു. പിന്നെ കൂടാതെ PV അൻവറിന്റെ പാർട്ടിക്ക് അവിടെ 3,900-ലധികം വരുന്ന 920ഓളം വരുന്ന വോട്ടുകൾ കിട്ടുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏതാണ്ട് ഒരു 90,000 വരുന്ന വോട്ടുകൾ എതിർപക്ഷത്ത് നിൽക്കുമ്പോഴും 64,827 വോട്ടുകൾ നേടിയിട്ടുള്ള ഒരാൾക്ക് ജയിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷേ അപ്പോഴും CPM ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ കോൺഗ്രസും ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നിങ്ങൾ കാണണം. ഇപ്പോൾ അതിന് തൊട്ടു മുമ്പത്തെ തവണ, അതായത് K രാധാകൃഷ്ണൻ മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ആയിരുന്നില്ല അവിടുത്തെ സ്ഥിതി. K രാധാകൃഷ്ണൻ മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ 2021 തെരഞ്ഞെടുപ്പിൽ UDFന് കിട്ടിയത് 44,000-ഓളം വോട്ടുകളാണ്, NDAക്ക് കിട്ടിയത് 24,000-ലധികം വോട്ടുകളാണ്. എന്ന് പറഞ്ഞാൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ 68,000-ഓളം വോട്ടുകൾ മാത്രമേ എതിർപക്ഷത്തെ എല്ലാം കൂടി കൂട്ടി കിട്ടിയുള്ളൂ. പക്ഷേ LDF അന്ന് പിടിച്ചത് 83,000-ഓളം വരുന്ന വോട്ടുകളാണ്. അപ്പോൾ അത്തരത്തിൽ 68,000 വോട്ടുകൾ ഉണ്ടെങ്കിൽ പോലും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വിക്ടറി അവിടെ LDFന് കിട്ടുമായിരുന്നു. എന്ന് പറഞ്ഞാൽ CPM അത്രത്തോളം പ്രബലമായിരുന്നു എന്ന് ചുരുക്കം. അതിൽ തീർച്ചയായിട്ടും K രാധാകൃഷ്ണൻ്റെ ഒരു വ്യക്തിപ്രഭാവമൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഇങ്ങനെയുള്ള മണ്ഡലങ്ങളുടെ നമ്പർ കേരളത്തിൽ കൂടുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും പ്രകടമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ഇത്തരത്തിലൊരു 35, 36, 37% വോട്ട് പിടിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ജയിക്കാൻ കഴിയും. യഥാർത്ഥത്തിൽ CPMനെ സംബന്ധിച്ചിടത്തോളം BJPയെ ചെറുതായിട്ടൊന്ന് വളരാൻ സഹായിച്ചാൽ ഉറപ്പായിട്ടും ഈ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ വോട്ടുകൾ ഇപ്പോൾ ചേലക്കരയിൽ കണ്ടതുപോലെ തന്നെ കൃത്യമായത് സ്പ്ലിറ്റ് ചെയ്യപ്പെടും. ഇനി നമുക്ക് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാത്തൊരു മണ്ഡലം എടുത്ത് നോക്കാം. ഉദാഹരണത്തിന് പുതുപ്പള്ളി എന്ന് പറയുന്ന മണ്ഡലം. ആ പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ ജയിക്കുമ്പോൾ അവിടെ 37,000-ലധികം വരുന്ന ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം, അവിടെ BJPയുടെ വോട്ടുകൾ കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. BJPക്ക് വലിയ തോതിൽ പ്രസക്തി ഉണ്ടായിരുന്നില്ല. അങ്ങനെ പ്രസക്തി ഉണ്ടാകാതിരുന്നത് കൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ 61% വോട്ടുകൾ നേടിക്കൊണ്ടാണ് ചാണ്ടി ഉമ്മൻ അവിടെ നിന്ന് ജയിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ജയം ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് ശേഷമുണ്ടായിട്ടുള്ള ഒരു അനുകൂല തരംഗങ്ങളൊക്കെ അതിനെ ബാധിച്ചിട്ടുണ്ടാവാം. പക്ഷെ എങ്കിൽ പോലും അത്തരത്തിലുള്ള ജയങ്ങൾ ഇനി ഒരുപക്ഷെ കേരളത്തിൽ വേണ്ടതില്ല എന്നും പകരം ഏതാണ്ട് ഇപ്പോൾ ഒരു 100 വോട്ടുകളിൽ 35, 36 അല്ലെങ്കിൽ മാക്സിമം വന്ന 39, 40% വോട്ടുകൾ മേടിച്ചാൽ ജയിക്കാൻ കഴിയുമെന്നൊരവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയെ കൂടി അങ്ങോട്ട് ഉയർത്തിവിട്ടാൽ മതി എന്ന് ചുരുക്കം. ഇതാണ് മാറുന്ന കേരളീയ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇതിനിടയിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം, ഒരു 20-25% വോട്ടുകൾ മാത്രമേ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇപ്പോൾ കൃത്യമായിട്ടുള്ളൂ. കാരണം ബാക്കിയുള്ള ആളുകളൊക്കെ തന്നെ വലിയ രാഷ്ട്രീയ ബോധ്യമൊന്നുമില്ലാതെ പലപ്പോഴും ഇവർക്ക് വേണ്ടി അവരുടെ നിർബന്ധങ്ങൾക്ക് വഴങ്ങി വന്ന് വോട്ട് ചെയ്യുന്ന ആളുകളാണ്. ഞാൻ അതിനും ചില ഉദാഹരണങ്ങൾ പറയാം. കേരളത്തിലെ രാഷ്ട്രീയം അടിമുടി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ V4 കൊച്ചി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം കൊച്ചിയിൽ വന്നു. അവർക്ക് നിരവധി വോട്ടുകൾ സമാഹരിക്കാൻ കഴിഞ്ഞു. അവർ നിരവധി സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നു കോർപ്പറേഷനിലൊക്കെ. അവർക്കെല്ലാം തന്നെ വലിയ തോതിൽ വോട്ട് കിട്ടി. നമുക്കറിയാം 2020 എന്ന് പറയുന്ന ഒരു പാർട്ടി രൂപീകരിക്കുകയും അവർ എറണാകുളം ജില്ലയിലെ 8ഓളം വരുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ മത്സരിക്കുകയും ചെയ്തപ്പോൾ അവർക്ക് 14.5% വോട്ട് കിട്ടിയിരുന്നു. ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി അവരിവിടെ മത്സരിച്ചപ്പോൾ അവർക്ക് 50,000-ഓളം വരുന്ന വോട്ടുകൾ എറണാകുളത്തും 23,000-ഓളം വരുന്ന വോട്ടുകൾ ജോയിക്കടക്കം തിരുവനന്തപുരത്തടക്കം കിട്ടുന്ന സ്ഥിതിയുണ്ടായി. ഇതുപോലെ തന്നെ ഇപ്പം PV അൻവറിൻ്റെ പാർട്ടിയും അവിടെ നേട്ടമുണ്ടാക്കിയത് 3,920 വോട്ടുകളാണ്. അദ്ദേഹം പ്രതീക്ഷിച്ചത് 10,000-ഓ ചിലപ്പോൾ അതിൽ കൂടുതലൊക്കെ ആയിരിക്കും. പക്ഷേ 3,920 വോട്ടുകളാണ്. ആ വോട്ടുകൾ പോലും കുഴപ്പമില്ല. കാരണം ജനങ്ങൾ മറ്റൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് മറ്റ് ഓപ്ഷനുകൾ തേടി നടക്കുന്ന അവസ്ഥയുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിൽ അത്തരത്തിലുള്ളൊരു വലിയ പൊളിറ്റിക്കൽ പാർട്ടിക്കുള്ളൊരു സ്പേസ് കൂടിയുണ്ട്. കാരണം ഇവരൊക്കെ തമ്മിൽ പുറമേ കാണിക്കുന്ന ശത്രുതയൊന്നും അകത്തില്ലെന്നും അകത്ത് ഇവരെല്ലാം തമ്മിൽ ഒന്നാണെന്നും ഇവർ തമ്മിൽ ഒരു നെക്സസ് ആണെന്നും ഒക്കെ പറയുന്നത് ആളുകൾ വിശ്വസിക്കുന്ന ലെവലിലേക്ക് എത്തിയിരിക്കുന്നു. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇവർ വളരെ ചുരുങ്ങിയ ഒരു ലോയൽറ്റി കസ്റ്റമർ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഒരു ലോയൽറ്റി വോട്ടേഴ്സ്
കോൺഗ്രസിനും അതുപോലെ CPM-നും BJP-ക്കുമൊക്കെ ഇപ്പോൾ കുറഞ്ഞു വരുന്ന ഒരു അവസ്ഥ കൂടിയാണ് നമ്മൾ കാണുന്നത്. BJP-ക്ക് പോലും ഒരു പരിധിക്കപ്പുറം പോകാൻ കഴിയാത്തതിൻ്റെ കാര്യം അതാണ്. അതുകൊണ്ട് തന്നെ PV അൻവറിനെ പോലെയുള്ള ആളുകൾ, ഇപ്പോൾ DMK പോലെയുള്ള പ്രസ്ഥാനങ്ങൾ ഇനി കേരളത്തിൽ വിജയിക്കണമെങ്കിൽ അവർ ചെയ്യേണ്ടത് പലപ്പോഴും ഇത്തരത്തിൽ ആവേശത്തോടു കൂടി ആം ആദ്മി പാർട്ടിയും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ 2020 അതുപോലെ V4 കൊച്ചിയും ഒക്കെ പലപ്പോഴും ആളുകൾ ഇരുകൈയും നീട്ടി ഏറ്റവും ആദ്യത്തെ തെരഞ്ഞെടുപ്പുകളിൽ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് തന്നെ ഇപ്പോൾ DMK പോലും കാണിച്ചേക്കണ കുഴപ്പമെന്ന് വിചാരിക്കുന്നത് അവരൊരു സംഘടനാ സംവിധാനം സൈമൾട്ടേനിയസ്ലി ബിൽഡ് ചെയ്യാൻ ശ്രമിച്ചില്ല. അങ്ങനെ ബിൽഡ് ചെയ്യാതെ ഒരിക്കലും 10,000-ഓളം അല്ലെങ്കിൽ 20,000-ഓളം വോട്ടുകൾ നമുക്ക് ചേലക്കരയിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാൻ കഴിയില്ല. അപ്പോൾ അത്തരത്തിൽ സംഘടനാ സംവിധാനങ്ങൾ കൃത്യമായി ബിൽഡ് ചെയ്യുകയും അവിടെ വളരെ കൃത്യമായി പണിയെടുക്കുകയും ചെയ്താൽ മാത്രമേ ഇത് കൺസിസ്റ്റൻ്റായി നിലനിർത്താൻ കഴിയൂ. ഞാൻ നിങ്ങളോട് തുറന്നു പറഞ്ഞാൽ ഇപ്പോൾ KR ഗൗരിയമ്മയുടെ പാർട്ടി പോലും വിട്ടുപോന്നപ്പോൾ അവർക്ക് ഏതാണ്ട് 6% വോട്ടുകൾ ആലപ്പുഴയിൽ മത്സരിച്ച സ്ഥലത്തൊക്കെ നേടാൻ കഴിഞ്ഞു. പക്ഷെ അതുപോലും നിലനിർത്തുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു ഹെർക്കൂലിയൻ ടാസ്ക്കാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഹെർക്കൂലിയൻ ടാസ്ക് എങ്ങനെ നടപ്പിലാക്കാമെന്ന് വളരെ സിസ്റ്റമാറ്റിക്കായി നടപ്പിലാക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കൂടി കേരളത്തിൽ സ്കോപ്പുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം യഥാർത്ഥത്തിൽ ഈ പറയുന്ന കോൺഗ്രസും CPM-ഉം ഒക്കെ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വളർച്ചാ മുരടിപ്പ് രോഗം ബാധിച്ചിരിക്കുകയാണ് BJP-യും ഒരു പരിധിവരെ. പക്ഷെ വേറെ ഓപ്ഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സ്റ്റേറ്റ് ലെവൽ ലീഡേഴ്സും അവരുടെ അഭാവവും അവർക്കുണ്ട്. K. സുരേന്ദ്രൻ മോശപ്പെട്ട ഒരു ലീഡറാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എങ്കിൽ പോലും അത്ര വൈബ്രൻ്റ് ആയിട്ടുള്ള വളരെ ലോയലായി പാർട്ടിയെ സ്നേഹിക്കുന്ന ഒരു വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകാത്ത സമരം ചെയ്യാൻ ഇറങ്ങി പുറപ്പെടുന്ന ആളുകൾ BJP-യിൽ പോലുമില്ല. ഇപ്പം നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിനെതിരെ അവരെത്ര സമരം നടത്തിയിട്ടുണ്ട്, എത്ര വലിയ പ്രക്ഷോഭം നടത്തിയിട്ടുണ്ട് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ ചോദ്യചിഹ്നമാണ്. അതുകൊണ്ട് ഇത് മാറുന്ന കേരളീയ രാഷ്ട്രീയത്തിൻ്റെ മുഖമാണ്. ഇതുകൊണ്ട് കോൺഗ്രസ് ഒരിക്കലും ഞങ്ങളുടെ CPM-നെതിരെയുള്ള ഭരണവിരുദ്ധ വികാരമുണ്ട്, ഞങ്ങൾ ജയിച്ചോളും എന്ന് വിചാരിച്ചിരുന്നാൽ അതിന് ഈ കേരളത്തിൽ സംഭവ്യമായിട്ടുള്ള കാര്യമേ അല്ല.